വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ് മക്കളെ. ആർദ്ര മിസ് ആണ്. സോ ഇത് നമ്മൾ ജോഗ്രഫിയിലെ ടൈഡ്സിലെ തന്നെ അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈഡ്സ് ആണ് പഠിക്കാൻ പോകുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹൈ ടൈഡ് എന്താണ്, ലോ ടൈഡ് എന്താണെന്നാണ്. നമുക്കറിയാം ടൈഡ്സ് എന്ന് പറയുന്നത് ടൈഡ്സ് ഫോം ചെയ്യുന്നത് തന്നെ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് സൺ, മൂൺ, സെൻട്രിഫ്യൂജൽ ഫോഴ്സ് ഇതൊക്കെ കാരണമാണ് അല്ലെ. അപ്പൊ ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് എന്താണ്? നമുക്ക് ആദ്യം ഹൈ ടൈഡ് പഠിക്കാം അല്ലെ. സോ ഹൈ ടൈഡ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റൈസിംഗ് ഓഫ് വാട്ടർ ഡ്യൂ ടു ദ ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് സൺ and the moon and the centrifugal force. ഓക്കെ, അപ്പൊ ഈ മൂന്ന് റീസൺസും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു ഹൈ ടൈഡിന്റെ ഫോർമേഷന് കാരണമാകുന്നുണ്ട്. എന്തൊക്കെയാണ്? ഗ്രാവിറ്റേഷണൽ പുൾ ഓഫ് മൂൺ, സൺ ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഓക്കെ, അപ്പൊ ഈ മൂന്ന് റീസൺ കൊണ്ടാണ് ഹൈ ടൈഡ് ഉണ്ടാവുന്നത്. ഓക്കെ, അതായത് ഒരു ഏരിയയില് തൊട്ടടുത്തായിട്ട് ഈ ഒരു മൂൺ അല്ലെ ഇതിന്റെ ഒക്കെ ഒരു പൊസിഷൻ വരുമ്പോഴത്തേക്കാണ് ആ ഒരു ഏരിയയിൽ ഹൈ ടൈഡ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ഹൈ ടൈഡ് ഉണ്ടാവുന്ന സൈഡിന്റെ അല്ലെങ്കിൽ ഒരു റീജിയന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന റീജിയനിൽ എന്തായിരിക്കും? ലോ ടൈഡ് ആയിരിക്കും. എന്തുകൊണ്ടാണ്? അവിടെ മൂണിന്റെ പ്രസൻസ് എന്ന് പറയുന്നത്, മൂണിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ദൂരെ ആയിരിക്കും അല്ലെ. ലോ ടൈഡ് ഇസ് എ ഫാളിംഗ് വാട്ടർ ഓൺ ദി അതർ ടു സൈഡ്സ്. അതായത് നമ്മൾ ബീച്ചസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വെള്ളം ഇങ്ങനെ ഇറങ്ങി പോവല്ലേ, എന്നാണ് നേരെ ഇങ്ങനെ ഇറങ്ങിപ്പോവും. അപ്പൊ ആ ഒരു സിറ്റുവേഷനെയാണ് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിനെ ഫിനോമിനയാണ് നമ്മൾ ലോ ടൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് അല്ലേ, ഒരു മൂണിന്റെ പൊസിഷൻ അല്ലെങ്കിൽ അതിന്റെ പുള്ള് മാറുമ്പോഴത്തേക്ക്, ഗ്രാവിറ്റേഷൻ പുള്ള് മാറുമ്പോഴത്തേക്കുള്ള ഒരു ഡിഫറൻസ് അല്ലേ, അപ്പോഴാണ് എന്തുണ്ടാവുന്നത്? ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ടൈഡ് ആണ് സ്പ്രിംഗ് ടൈഡ്. എന്താണ് സ്പ്രിംഗ് ടൈഡ്? ഹൈ ടൈഡ് ആൻഡ് ലോ ടൈഡ് തമ്മിൽ എന്താണ് സ്പ്രിംഗ് ടൈഡിലുള്ള ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്? ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എഫക്റ്റീവ് ഗ്രാവിറ്റേഷൻ പുൾ ഓഫ് ദ സൺ ആൻഡ് ദ മൂൺ ഓൺ ഈദർ ന്യൂ മൂൺ ഓർ ഫുൾ മൂൺ ഡേ. ഓക്കെ, ഈ ഒരു സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും ഒന്നും ഉണ്ടാവില്ല, ന്യൂ മൂൺ അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേയിൽ മാത്രം. ഓക്കെ, ഈ ഒരു ഗ്രാവിറ്റേഷൻ പുൾ ഓഫ് ബോത്ത് മൂൺ ആൻഡ് സണ്ണ് കാരണം ഉണ്ടാവുന്ന ടൈഡ്സ് ആണ് സ്പ്രിംഗ് ടൈഡ്സ് എന്ന് പറയുന്നത്. നിങ്ങൾ ഓർത്ത് വെക്കുക, ന്യൂ മൂൺ അല്ലെങ്കിൽ ഫുൾ മൂൺ ഡേയ്സിൽ മാത്രമേ നമുക്ക് സ്പ്രിംഗ് ടൈഡ് കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല, ഇൻ ദിസ് സിറ്റുവേഷൻ ഹൈ ടൈഡ്സ് ആർ ഹയർ ദാൻ ദ നോർമൽ ഹൈ ടൈഡ്സ്. അതായത് സാധാരണ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന ഹൈ ടൈഡ്സിനെക്കാളും കുറച്ചുകൂടെ വലുതായിരിക്കും ഈ ഒരു ഹൈ ടൈഡ്സ് ഉണ്ടാവുക. ഓക്കെ, ആൻഡ് അത് മാത്രമല്ല, ലോ ടൈഡ്സ് ആർ ലോവർ ദാൻ ദ നോർമൽ ലോ ടൈഡ്സ്. അതായത് സാധാരണ ഉണ്ടാവുന്ന ലോ ടൈഡ്സിനേക്കാളും എന്താണ് കുറച്ചുകൂടെ ലോവർ ആയിരിക്കും ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന ഈ ഒരു ഫുൾ മൂൺ അല്ലെങ്കിൽ ന്യൂ മൂൺ സമയങ്ങളിൽ ഉണ്ടാവുന്ന ദിവസങ്ങളിൽ ഉണ്ടാവുന്ന ലോ ടൈഡ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് സ്പ്രിംഗ് ടൈഡ് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ടൈപ്പ് ഓഫ് ടൈഡ് ഉണ്ട്, എന്താണെന്ന് നോക്കിയോ? നീപ്പ് ടൈഡ്. നീപ്പ് ടൈഡ് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, സ്പ്രിംഗ് ടൈഡ് പോലെ അല്ല. നോക്കിയോ, when the sun and the moon are at right angle with the earth at the vertex. അതായത് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ആംഗിൾ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ സണ്ണുണ്ട്, ഇത് സണ്ണാണെങ്കിൽ ഓക്കെ, സണ്ണും മൂണും ഏർത്തും എന്ത് ചെയ്യാണ്? ഒരു ആംഗിൾ ഉണ്ടാക്കാണ്. ഓക്കെ, ഏർത്ത് എവിടെ? ഏർത്ത് ഉണ്ട്, ഏർത്ത് എവിടെ ഉണ്ട്? ഇതിന്റെ തൊട്ടു മുകളിൽ ആരുണ്ട്? മൂണുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊരു ആംഗിൾ ആയില്ലേ? നമുക്കൊരു ആംഗിൾ ആയിട്ട് പറയാൻ പറ്റില്ലേ? സണ്ണും മൂണും ഏർത്തും എങ്ങനെയാണ് ഒരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ ഒരു പൊസിഷനിൽ സണ്ണും മൂണും ഏർത്തും വരുമ്പോഴത്തേക്കാണ് നീപ്പ് ടൈഡ് ഉണ്ടാവുന്നത്. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ വരുമ്പോഴത്തേക്ക് ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷൻ പുള്ള് കൊണ്ടാണ് നീപ്പ് ടൈഡ് ഉണ്ടാവുന്നത്. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ in this situation the high tide is lower than the normal high tide. ഓക്കെ, ഈ ഒരു സമയത്ത് ഹൈ ടൈഡ് എന്ന് പറയുന്നത് നോർമൽ ഹൈ ടൈഡിനേക്കാളും കുറവായിരിക്കും, ലോവർ ആയിരിക്കും. ഓക്കെ, ആൻഡ് ലോ ടൈഡ് ഇസ് ഹയർ ദാൻ ദ നോർമൽ ലോ ടൈഡ്. ഓക്കെ, അതായത് നോർമൽ ഡേയ്സിൽ ഉണ്ടാവുന്ന ലോ ടൈഡിനേക്കാളും ഹയർ ആയിരിക്കും ഈ സമയത്ത് ഉണ്ടാവുന്ന ലോ ടൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. നീപ്പ് ടൈഡും ആൻഡ് സ്പ്രിംഗ് ടൈഡും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കുക. നീപ്പ് ടൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ആംഗിൾ മേക്ക് ചെയ്യാണ് സണ്ണും മൂണും ഏർത്തും. ഓക്കെ, അപ്പോഴാണ് നീപ്പ് ടൈഡ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈഡ്സ് നമ്മൾ പഠിച്ചില്ലേ? ഹൈ ടൈഡ് നമ്മൾ ആദ്യം പഠിച്ചു അല്ലെ, ഹൈ ടൈഡ് നമ്മൾ ആദ്യം പഠിച്ചു, ലോ ടൈഡ് പഠിച്ചു, പിന്നെ നമ്മൾ പഠിച്ചതാണ് സ്പ്രിംഗ് ടൈഡ്, പിന്നെ നമ്മൾ പഠിച്ചതാണ് ഫൈനലി നീപ്പ് ടൈഡ്. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ടൈഡ്സ് നമ്മൾ പഠിച്ചില്ലേ? ഇതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് ടോപ്പിക്സും ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.